നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എമ്പുരാന്റേത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരായി ചിന്തിപ്പിക്കുന്ന പ്രമേയമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതികരണം ചിറ്റൂർ കൈരളി തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം. മന്ത്രി സിനിമ കാണാനായി തിയേറ്ററിൽ എത്തുന്നത് 16 വർഷങ്ങൾക്ക് ശേഷം. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചത് ചിറ്റിലശ്ശേരി സ്വദേശി ആഷിഖ്. മുണ്ടത്തിക്കോട് സെന്ററിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികരായ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് തിരൂർ സ്വദേശികൾ. ആര്യങ്കാവിൽ ആവേശമായി 5ാം വേല. ആചാരത്തനിമയോടെ കഴിഞ്ഞ രാത്രി ദേവിയെ വണങ്ങാനെത്തിയത് കൈലാട്, ത്രാങ്ങാലി, കൂനത്തറ, കാരക്കാട് മുണ്ടായ വേലകൾ. കുതിരക്കളി ഏപ്രിൽ 3-ന്. 4-ന് 96 ദേശങ്ങളുടെ മഹാപൂരം. വാർത്തകൾ വിശദമായി. എമ്പുരാന്റേത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരായി ചിന്തിപ്പിക്കുന്ന പ്രമേയമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചിറ്റൂർ കൈരളി തിയേറ്ററിൽ നിന്ന് എമ്പുരാൻ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 16 വർഷങ്ങൾക്ക് ശേഷമാണ് മന്ത്രി തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കാണാനെത്തുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഒന്നും തന്നെ ചിത്രത്തിലില്ലെന്ന് സിനിമ കണ്ട് പുറത്തിറങ്ങിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. കലാപകാലത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഭയം നൽകിയ ചിത്രത്തിലെ സുഭദ്രാബൻ എന്ന കഥാപാത്രം തന്നെ വല്ലാതെ സ്വാധീനിച്ചെന്നും ആ കഥാപാത്രം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ ഇത്തരം കഥാപാത്രങ്ങളിലൂടെ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഈ സിനിമയ്ക്കെതിരായി ആക്രമണം ആരംഭിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് കലാപരികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സുഭദ്രാബൻ എന്ന അവർക്ക് നൽകിയ അഭയമുണ്ടല്ലോ, അതൊരു രാജ്യത്തിൻ്റെ മാതൃകയാണ്. അവരുടെ അവസാനം അവരെ അത് രക്ഷിച്ചതിൻ്റെ പേരിൽ അവരെയും കൊല ചെയ്യപ്പെടുകയാണ്. അതാണ് അവർ പല ആളുകളെ ഇത് ചൊടിപ്പിച്ചത്. അവർ രാജ്യത്തിൻ്റെ ഒരു മാതൃകയാണ്, ഒരു വലിയ സന്ദേശമാണ് അവർ നൽകിയത്. അടുത്ത ദിവസം മുതൽ ചിത്രത്തിലെ വിവാദമായ രംഗങ്ങൾ നീക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെയാണ് ഇന്ന് തന്നെ ചിത്രം കാണാൻ എത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ഓർമ്മയില്ല. 2009 കുരുക്ഷേത്രം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇത് കാണണമെന്ന് എന്താണ് ഒരു വിവാദം എന്നുള്ളത് അറിയണമല്ലോ, മനസ്സിലാക്കിയിട്ട് വേണമല്ലോ. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ. എന്തായിരിക്കും സംഘപരിവാർ ലക്ഷ്യമിടുന്നത്? അത് ഇനി ഒരാൾ പോലും ഇതിനെ എതിർത്ത് അല്ലെങ്കിൽ അവർക്കെതിരെ പറയരുത് എന്നുള്ളതായിരിക്കും. പറയരുതല്ല, ചർച്ച മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ജനകീയ പ്രശ്നങ്ങളിൽ. നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷമാണ് മന്ത്രി സിനിമ കാണാനായി തിയേറ്ററിൽ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒല്ലൂർ എടക്കുന്നിയിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ചിറ്റിലശ്ശേരി സ്വദേശി കുണ്ടുപറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് തലൂരിലേക്ക് വരികയായിരുന്ന ആഷിഖിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ ഒല്ലൂർ എടക്കുനിയിലാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടുപറമ്പിൽ ആഷിഖിന് 27 വയസ്സുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കഞ്ചേരി മുണ്ടത്തിക്കോട് സെന്ററിൽ ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. തിരൂർ സ്വദേശി 46 വയസ്സുള്ള സുമ, മകൻ 21 വയസ്സുള്ള സായൂജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആര്യങ്കാവിൽ ആവേശമായി 5ാം വേല. കഴിഞ്ഞ രാത്രി 11:30യോടെയാണ് വേലവരവ് ആരംഭിച്ചത്. ഏപ്രിൽ 4-നാണ് കവളപ്പാറ ആര്യങ്കാവ് പൂരം. കൈലാട്, ത്രാങ്ങാലി, കൂനത്തറ, കാരക്കാട്, മുണ്ടായ എന്നീ 5 വേലകളാണ് കഴിഞ്ഞ രാവിൽ ഉത്സവാവേശം നിറച്ചത്.
നേരത്തെ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ കിഴക്കൂട്ട് അനിയന്മാരാരുടെയും സംഘത്തിന്റെയും മേളം 2 മണിക്കൂർ നേരം ഉത്സവപ്രേമികളെ ത്രസിപ്പിച്ചു. പ്രാദേശിക കലാപരിപാടികളുമുണ്ടായി. നിറമാലയും തോൽപ്പാവക്കൂത്തും തുടരുകയാണ്. പൂരത്തോടടുക്കെ 96 ദേശങ്ങൾ ആവേശപ്പട്ടുടുത്തു കഴിഞ്ഞു. ഏപ്രിൽ 3 വ്യാഴാഴ്ച കുതിരകളി നടക്കും. കുതിരകളിയുടെ രാവ് പുലർന്നാൽ പൂരമാണ്. ഏപ്രിൽ 4 കൊണ്ടാടുന്ന ആര്യങ്കാവ് പൂരം വള്ളുവനാട്ടിലെ ഏറ്റവും ശാന്തമനോഹരമായ പൂരാഘോഷങ്ങളിലൊന്നാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മോഷ്ടിച്ച സൈക്കിളുമായി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ച മോഷ്ടാവ് അറസ്റ്റിൽ. പേരാമ്പ്ര ഉറുമ്പൻകുന്ന് സ്വദേശി 26 വയസ്സുള്ള ബിബിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോട്ട കുടുംബക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് പേരാമ്പ്ര ഉരുമ്പൻകുന്ന് സ്വദേശിയായ 26 വയസ്സുള്ള ബിബിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോട്ട സ്വദേശി ക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് ഒരാൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാണുകയും അയാളെ തടഞ്ഞു നിർത്തിയ സമയത്ത് കുതറിമാറി സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. സൈക്കിളിൽ പിടിച്ചു വലിച്ചതിൽ സൈക്കിൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതിയെ കണ്ട കൃഷ്ണൻകുട്ടി മക്കളെ കൂട്ടി വന്ന് ക്ഷേത്രത്തിൽ പരിശോധിച്ചതിൽ ഒന്നും നഷ്ടപ്പെട്ടതായി കണ്ടില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ക്ഷേത്രത്തിൽ മുമ്പ് മോഷ്ടിക്കാനായി കയറിയ ബിബിനാണ് അമ്പലത്തിൽ കയറിയതെന്ന് മനസ്സിലാക്കി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ബിബിൻ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച സൈക്കിൾ പോട്ട സ്വദേശി മുണ്ടക്കൽ വീട്ടിൽ 34 വയസ്സുള്ള നീതുവിൻ്റേതാണ്. കഴിഞ്ഞ രാത്രിയാണ് ഇയാൾ സൈക്കിൾ മോഷ്ടിച്ചത്. ഈ സംഭവത്തിൽ നീതുവിൻ്റെ പരാതിയിലും ചാലക്കുടി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതി ബിബിനെതിരെ ചാലക്കുടി, കൊടകര, ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി 17 മോഷണ കേസുകളുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പുറനാട്ടുകരയിൽ കാറ്റ്സ് എന്ന വള്ളിച്ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ 2 നില കെട്ടിടത്തിലാണ് അലങ്കാരച്ചെടി പൂത്തുലഞ്ഞത്. ആശ്രമത്തിൽ സ്വാമിമാരുടെ മുറികളുള്ള കെട്ടിടത്തോട് ചേർന്ന് 8 വർഷം മുമ്പാണ് കാക്ടസ് ക്ലോ എന്ന ചെടി നട്ടത്. ഇപ്പോൾ ചെടി 2 നില കെട്ടിടമാകെ പടർന്ന് മുകളിലെ ട്രസ് വർക്ക് ചെയ്ത മേൽക്കൂരയിലേക്കും എത്തിക്കഴിഞ്ഞു. ഏകദേശം 35 അടിയോളം ഉയരത്തിൽ പടർന്ന് 60 അടിയിലധികം നീളത്തിൽ മഞ്ഞപ്പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർത്തി നിൽക്കുകയാണ് കാക്ടസ് ക്ലോ. 8 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റായ സ്വാമി സദ്ഭവാനന്ദയാണ് ചെടി നട്ടത്. ഇതൊരു 8 വർഷം മുമ്പ് ഞാൻ മണ്ണുത്തിൽ നിന്നും ഒരു ചെറിയ ചെടിയുമായിട്ട് ഏകദേശം ഒരു 200 രൂപ കൊടുത്തൊരു ചെറിയ ചെടി അന്ന് നട്ടത്. അത് നടുമ്പം കുറച്ച് ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ടിരുന്നു. പിന്നീട് സ്ഥിരം അതിന് കൂടുതൽ വെള്ളമാണ് ഒഴിക്കാറ്. സാധാരണ ഇത് മാർച്ച് ഒരു പകുതി അവസാനമാകുമ്പോൾ ഇത് മൊത്തം പൂവുണ്ടാവുക. മറ്റുള്ള സമയത്ത് നല്ല പച്ചിലകൾ നിറഞ്ഞ് നടക്കുന്ന ഇലകൾ കാണാൻ സാധിക്കും. ഇത് മറ്റുള്ള സമയങ്ങൾക്ക് ഇടയ്ക്ക് പൂക്കൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ്. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നിറയെ തേനീച്ചകളും വണ്ടുകളും തേൻ കുടിക്കാനെത്തുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. 100 കണക്കിന് തേനീച്ചകൾ എത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തേനീച്ചകൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മാത്രമല്ല വരാന്തയോട് ചേർന്ന് തൂണുകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന ചെടികൾക്കിടയിൽ ഇതുവരെ ഇഴജന്തുക്കളൊന്നും വന്നിട്ടില്ലെന്നും സ്വാമിജി പറഞ്ഞു. ധാരാളം തേനീച്ചകൾ ഈ സമയത്ത് ഇത് പൂക്കുന്ന സമയത്ത് ധാരാളം തേനീച്ചകൾ വരും, വണ്ടുകൾ വരും, ചെറിയ പലതരത്തിലുള്ള തേനീച്ചകൾ, ചെറുതും വലുതായിട്ടൊക്കെ തേനീച്ചകൾ വരും, ശലഭങ്ങളും ചിലപ്പോൾ വരും. ഇതിൽ മറ്റെല്ലാ തരത്തിലുള്ള ഇഴജീവികളൊന്നും ഞാൻ 8 വർഷമായി യാതൊരു തരത്തിലുള്ള ഇഴജീവികളോ ഒന്നും കണ്ടില്ല, പാമ്പുകളൊന്നും കണ്ടില്ല. കാരണം ഇതിൽ ഈ പറ്റിപ്പിടിച്ച് കയറുന്ന ഈ പൂച്ചയുടെ നഖം പോലെ ചെറിയൊരു മുള്ളിൻ്റെ ഒരു ഇതിലൂടെ പാമ്പുകളൊന്നും വരാറില്ല. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കണിക്കൊന്ന പൂവിൻ്റെ നിറമാണ് ഈ പൂക്കൾക്കും. മുല്ലയുടെയും ചെമ്പകത്തിൻ്റെയും ഗന്ധത്തോട് സാദൃശ്യമുള്ള സുഗന്ധം പരിസരമാകെ പരന്നൊഴുകുന്നുണ്ട്. ചെടികൾക്കിടയിൽ തൊപ്പിക്കിളികൾ കൂടുകൂട്ടി മുട്ടയിടുന്നതും പതിവാണ്.
പൊതുവെ പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുന്ന ആശ്രമത്തിലെ സ്വാമിജിമാരോട് സൗഹൃദത്തിലാണ് ഓരോ ജീവജാലങ്ങളുമെന്ന് തോന്നും. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാറ്റസ് ക്ലോ ചെടി പൂത്തലിഞ്ഞു നിൽക്കുന്ന ഈ അപൂർവ കാഴ്ച കാണാൻ പലരും ആശ്രമത്തിൽ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാലിന്യമുക്ത നവകേരളം ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ ഉപഹാര വിതരണവും ഉണ്ടായിരുന്നു. ഇന്ന് ഓങ്ങല്ലൂർ മാലിന്യമുക്തം നവകേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയത്. നമ്മുടെ പഞ്ചായത്തുകളിലെ വിവിധ ഘടക സ്ഥാപനങ്ങളിലും അതുപോലെ എല്ലാ പരിസരം മെയിൻ കേന്ദ്രങ്ങളായ ടൗണുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് പഞ്ചായത്ത് തലത്തിലും ഇന്ന് മാലിന്യമുക്തമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും. പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മികച്ച രീതിയിൽ സ്ഥാപനങ്ങളും വീടുകളും പരിസരവും ശുചീകരിക്കുകയും എല്ലാ മാസവും കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുകയും മാന്യമായ പെരുമാറ്റവുമുള്ള ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിയ പ്രശാന്ത്, പുഷ്പലത, മുജീബുദ്ദീൻ, സെക്രട്ടറി ജഗദീഷ്, ജോമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹനം വിതരണം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 11 വനിതകൾക്കാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. 5,50,000 രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാധാമോഹൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത, വാർഡ് മെമ്പർമാരായ NK ശശിധരൻ, കെ രാധാകൃഷ്ണൻ, കെ മിനിമോൾ, ലക്ഷ്മിക്കുട്ടി, MR രജിത, വി അംബിക, S ഗീത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി A അജിത, അസിസ്റ്റന്റ് സെക്രട്ടറി CY ഗ്ലോറി മോൾ ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടികജാതി വികസന വകുപ്പിന്റെ കുഴൽമന്ദം ബ്ലോക്കിലെ 2024-25 വർഷത്തെ സേഫ് പഠനമുറി ഗുണഭോക്താക്കളുടെ സംഘവും 1ാം ഗഡു വിതരണവും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പങ്കജാക്ഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM ഇന്ദിര, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സിദ്ദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ K കുഞ്ഞലക്ഷ്മി, സമീന നൈനാർ, നിരഞ്ജന എന്നിവർ സംസാരിച്ചു. പഠനമുറി സേഫ് പദ്ധതികളുടെ 1ാം ഗഡു വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ K സുന്ദരൻ പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എമ്പുരാന്റേത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരായി ചിന്തിപ്പിക്കുന്ന പ്രമേയമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പ്രതികരണം ചിറ്റൂർ കൈരളി തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം. മന്ത്രി സിനിമ കാണാനായി തിയേറ്ററിൽ എത്തുന്നത് 16 വർഷങ്ങൾക്ക് ശേഷം. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചത് ചിറ്റിലശ്ശേരി സ്വദേശി ആഷിഖ്. മുണ്ടത്തിക്കോട് സെന്ററിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികരായ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് തിരൂർ സ്വദേശികൾ. ആര്യങ്കാവിൽ ആവേശമായി 5ാം വേല. ആചാരത്തനിമയോടെ കഴിഞ്ഞ രാത്രി ദേവിയെ വണങ്ങാനെത്തിയത് കൈലാട്, ത്രാങ്ങാലി, കൂനത്തറ, കാരക്കാട് മുണ്ടായ വേലകൾ. കുതിരക്കളി ഏപ്രിൽ 3-ന്, 4-ന് 96 ദേശങ്ങളുടെ മഹാപൂരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.